ഒന്നാമതായി വിശ്വാസികൾ കേൾക്കുകയും വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനകളെ, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളെ, ക്രിസ്തുവിൽ അവ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന കാരണത്താൽ വിശ്വാസികൾ സ്വന്തമാക്കുന്നു. അതാണ് ഈ ഒറ്റ പോയിന്റിലൂടെ തന്നെ നമ്മളിൽ വലിയ ഒരു പാത, വിശ്വാസത്തിൻ്റെ ഒരു പാത തുറക്കുകയാണ്. അപ്പോൾ സങ്കീർത്തനങ്ങൾ പഠിച്ചതുകൊണ്ടും പ്രാർത്ഥിച്ചതുകൊണ്ടും പോരാ, അതിൻ്റെ ക്രിസ്തു കേന്ദ്രീകൃതമായ രഹസ്യങ്ങളെ ധ്യാനപൂർവം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ക്രിസ്തു കേന്ദ്രീകൃതം, അതിലടങ്ങിയിരിക്കുന്ന ക്രിസ്തു കേന്ദ്രീകൃതത്വം. അപ്പോഴാണ് നമ്മുടെ ആരാധനാക്രമത്തിലെല്ലാം സങ്കീർത്തനങ്ങളാണ് ഉപയോഗിക്കപ്പെടുന്നത്. ആ ആരാധനാക്രമത്തിലുള്ള സങ്കീർത്തനങ്ങളെ ആ ആരാധനാക്രമത്തിൻ്റെ ആഴത്തിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ആരാധനയിൽ പങ്കുകൊള്ളുമ്പോഴാണ് മറ്റൊരു വലിയ അനുഭവം. ഉദാഹരണത്തിന്, നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ, ഇത് നമ്മുടെ കുർബാനയിലൊരു പ്രാർത്ഥനയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അതെല്ലാം സങ്കീർത്തനമാണ്. ഓക്കെ, ഞാനത് സൂചിപ്പിച്ചെന്നുള്ളൂ. അപ്പം സഭയുടെ പ്രാർത്ഥനയിൽ ക്രിസ്തുവിൻ്റെ ഓർമ്മ സജീവമായി നിലനിർത്തുന്ന പരിശുദ്ധാത്മാവ് അവളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും സഭയുടെ ജീവിതത്തിലും കൂദാശകളിലും ദൗത്യനിർവഹണത്തിലും പ്രവർത്തനനിരതനായ ക്രിസ്തുവിൻ്റെ അമേയ രഹസ്യത്തെ ആവിഷ്കരിക്കാൻ പുതിയ പുതിയ വാങ്മയങ്ങൾക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്നു. മഹത്തായ ആരാധനക്രമപരവും ആധ്യാത്മികവുമായ പാരമ്പര്യങ്ങളിൽ ഇപ്പറഞ്ഞ വാങ്മയങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പസ്തോലികവും കാനോനികവുമായ വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനാരൂപങ്ങൾ എന്നും ക്രൈസ്തവ പ്രാർത്ഥനയുടെ മൂല്യമാതൃകളായി നിലനിൽക്കും. അപ്പം ഒരു അർജൻ്റായിട്ടുള്ള ഒരു സന്ദേശം ഇതാണ്. നമ്മളെല്ലാ ദിവസത്തെയും കുർബാനയുടെ റീഡിങ്സ് എടുക്കുമ്പോൾ അതിലുള്ള സങ്കീർത്തന ഭാഗത്തെ ആ കുർബാനയിലെ അന്നത്തെ വചനവുമായിട്ട് ഒത്തു നോക്കിക്കൊണ്ട് ആ രഹസ്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കുക. നമുക്കപ്പോൾ മനസ്സിലായോ, ഈ സുവിശേഷത്തിൻ്റെയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ സങ്കീർത്തനങ്ങളെന്നും മനസ്സിലാവും. എന്നിട്ട് ഒരുപക്ഷെ കുർബാനയിലെ എല്ലാ ദിവസവും സങ്കീർത്തനങ്ങൾ പാടിയില്ലെന്ന് വരും, പല കാരണങ്ങൾ കൊണ്ട്. പക്ഷെ നമ്മൾക്ക് ആന്തരികമായി ഒരുങ്ങാം. ആ കുർബാനയിലെ ആ സങ്കീർത്തന ഭാഗവും രക്ഷാകര പദ്ധതിയുമായിട്ട് നമ്മൾ പാടി പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് ആന്തരികമായി പ്രാർത്ഥിക്കാം. നമുക്ക് ട്യൂണൊന്നും കിട്ടിയില്ലെങ്കിലും ചുമ്മാ അതൊന്ന് വായിച്ച് നമ്മൾ അതിന് തയ്യാറാകാം. അങ്ങനെ ചെയ്യുമ്പോൾ ഞാനത് നിർത്താമെന്ന് വിചാരിച്ചിട്ട് പറ്റുന്നില്ല. അതായത് ഒരു 3 തരമാണ്. ഒരു സെൻട്രൽ പോയിൻ്റ് യേശുവിൻ്റെ രക്ഷാകര പദ്ധതി. എന്നാൽ ഈ യേശുവിൻ്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് യേശുവിന് 1000-ഓളം വർഷം മുൻപ് പരിശുദ്ധാത്മാവ് സങ്കീർത്തകൻ, അതായത് പ്രധാനമായിട്ട് ദാവീദ് രാജാവിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുകയും അത് ദാവീദ് അനുഭവിച്ച് അത് പാടി പ്രാർത്ഥിക്കുകയും അതിനുശേഷം 1000-ഓളം വർഷം ഈ ഇസ്രായേൽ ജനം മുഴുവനും അത് പാടി പ്രാർത്ഥിക്കുകയും ചെയ്തത് യേശുവിൽ പൂർത്തിയായത് ഇപ്പോൾ യേശുവിൻ്റെ പീഡാസഹന മരണ ഉത്ഥാനത്തിന് ശേഷമുള്ള സഭയിൽ അത് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് അനുഭവിച്ച് പാടുന്നു. അപ്പോൾ ഈ 2 കൂട്ടർക്കും അനുഭവം ഉണ്ടാകും. 2 കൂട്ടർക്കെന്ന് പറഞ്ഞാൽ ദാവീദ് ആ വേദന അനുഭവിച്ച് പാടി, ഈ വരാനിരിക്കുന്ന വേദനയെ. നമ്മളോ വന്നു കഴിഞ്ഞ വേദനയെ അനുഭവിക്കുന്നു. അപ്പോൾ ഉദാഹരണം 55-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, ശത്രുവല്ല എന്നോട് ധിക്കാരപൂർവം പെരുമാറുന്നത് ആയിരുന്നെങ്കിൽ ഞാൻ അകന്നിരിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ സഹചരനും ഉറ്റ ചങ്ങാതിയുമായ നീ തന്നെയാണിത് ചെയ്തത്. എന്താണ് അവിടെ പറയുന്നത്?
യേശു യൂദാസിനാൽ വഞ്ചിക്കപ്പെടാൻ പോകുന്ന കാര്യം, ദാവീദ് തൻ്റെ സ്വന്തം മകൻ തന്നെ വഞ്ചിച്ച് തന്നെ കൊല്ലാൻ വരുന്നത് അനുഭവിച്ച് പാടുകയാണ്. എൻ്റെ ശത്രുവല്ല ആയിരുന്നെങ്കിൽ എനിക്ക് അകന്നിരിക്കാമായിരുന്നു, എൻ്റെ എതിരാളിയല്ല, എന്നാൽ എൻ്റെ സഹചരനും ഉറ്റ ചങ്ങാതിയുമായ നീ തന്നെയാണത് ചെയ്തത്. നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കുമായിരുന്നു. നമ്മൾ ഒന്നിച്ച് ദേവാലയത്തിൽ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു. കണ്ടോ, നീയാണിത് ചെയ്തത്. അപ്പോൾ അന്ന് ദാവീദ് ആ വരാനിരിക്കുന്ന അതിഭയാനകമായ വേദനയെ അനുഭവിച്ച് പാടുന്നു. അത് ഈശോ പല പ്രാവശ്യം പാടി കുഞ്ഞുനാൾ മുതലേ ഈശോ പാടി അത് വേഗം വരണേ, എനിക്ക് ഇനിയും ഒരു പീഡ സഹിക്കാനുണ്ട്, എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്. ഇതെല്ലാം പാടി അങ്ങനെ അത് സംഭവിച്ചു. ആ സംഭവിക്കുന്ന നേരത്ത് ഈശോ ഇതുപോലെ സങ്കീർത്തനം പാടിയാണ് സംഭവിക്കുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ 22-ാം സങ്കീർത്തനം, എന്തിന് എന്നെ തിരസ്കരിച്ചു? എലി എലി ലമാ സബക്താനി, എൻ്റെ ദൈവമേ എന്തുകൊണ്ടങ്ങനെ? അത് സങ്കീർത്തനമാണ്. 22-ാം സങ്കീർത്തനത്തിലെ 1-ാം ഭാഗം പാടുമ്പോൾ അവിടെ വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് ഈശോയുടെ മനസ്സ്, ഈശോയുടെ മനുഷ്യത്വം, ഈശോയുടെ ദൈവത്വമാണ്. ഈശോയുടെ മനുഷ്യനായ മർത്യനായ ആ മനുഷ്യ യേശുവിനെ മനുഷ്യൻ്റെ പാപം മുഴുവനും ഏറ്റെടുത്ത് കുരിശിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്ന ആ അവസ്ഥയിലുള്ള രോദനമാണ്. എന്തിനെന്നെ ഉപേക്ഷിച്ചു? മനുഷ്യനായ യേശു. കണ്ടോ, എന്നിട്ട് അതിൻ്റെ 17-ാമത്തെ പാദത്തിലൊക്കെ പറയുന്നത്, അവരെൻ്റെ കൈകാലുകൾ കുത്തിത്തുളയ്ക്കും, അവരെൻ്റെ വസ്ത്രങ്ങൾക്ക് ചിട്ടിയിടും. കണ്ടോ, അതായത് യേശുവിന് ഈ സംഭവം നടക്കുന്നതിന് 1000 വർഷം മുമ്പ് ദാവീദ് എഴുതിയിരിക്കുകയാണ്, അവരെൻ്റെ കൈകാലുകൾ കുത്തിത്തുളയ്ക്കും, കൈകാലുകളിൽ ആണിയടിക്കും എന്ന് എഴുതിയിരിക്കുന്ന ആ ഭാഗത്തെക്കുറിച്ച് നോക്കി. അവരെൻ്റെ വസ്ത്രങ്ങൾക്ക് ചിട്ടിയിടും. കണ്ടോ, അപ്പോൾ ഈശോ ഈ കൈകാലുകളിൽ ആണിയടിച്ച് കുരിശിൽ കിടന്നുകൊണ്ട് നോക്കുമ്പോൾ അവിടെ കാണുന്നത് എന്താ? ഈശോയുടെ ഉരിഞ്ഞെടുത്ത വസ്ത്രത്തിന് അവർ ചിട്ടിയിടുന്നതാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഈശോ പറഞ്ഞത് എല്ലാം പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ അതിനിങ്ങനെയും നമുക്ക് അർത്ഥം കാണാം, എന്നെക്കുറിച്ച് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം പൂർത്തിയായി. 55-ാം സങ്കീർത്തനത്തിൽ ഒരു ഭാഗം ഇങ്ങനെയാണ്. ഈ 17-ലായിരിക്കും തോന്നുന്നു, 55-ാം സങ്കീർത്തനത്തിൻ്റെ 17-ൽ, സന്ധ്യയിലും പ്രഭാതത്തിലും സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ അവലാതിപ്പെട്ട് കരയും. കണ്ടോ, സന്ധ്യാപ്രാർത്ഥന, സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ആയാമ പ്രാർത്ഥനകളിൽ ഞാൻ ആവലാതിപ്പെട്ട് കരയും. എന്നിട്ട് 55-ൻ്റെ 22-ലാണ് വളരെ പ്രസിദ്ധമായ ഈ വചനം, എൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ഇത് ഞാൻ പറയാനൊക്കെ കാരണമുണ്ടായത്, എൻ്റെ അകത്ത് ഇങ്ങനെ ഒരു മെലഡി പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആരോ പറയുന്നത് ഞാൻ കേൾക്കുകയാണ്. എൻ്റെ അകത്ത് ഇങ്ങനെ കേൾക്കുകയാണ്, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ഇത് ചില നേരത്ത് രാത്രിയിലും എണീക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം എൻ്റെ അകത്തിരുന്ന് ഇങ്ങനെ ആരോ സംസാരിക്കുകയാണ്, നിന്റെ ഭാരം, ഒരു മെലഡി പോലെ. അപ്പോൾ ഇതാണ് സങ്കീർത്തനം നമ്മളുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സംഭവം.
നമ്മുടെ ജീവിതത്തിൻ്റെ താളമായിട്ട് മാറും. നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ ജീവിതവുമായിട്ട്, അതാണ് ഇവിടെ പറയുന്നത്, നമ്മുടെ ജീവിതവും ക്രിസ്തുവിൻ്റെ ജീവിതവുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടിട്ട് ആ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ സകല വർണ്ണനകളും അടങ്ങുന്ന സങ്കീർത്തനം, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു മെലഡി പോലെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ഇതിലേക്ക് നമ്മൾ വരണം. ഈശോ തന്നെ തൻ്റെ അധരത്തിലൂടെ ഈ സങ്കീർത്തനങ്ങളെല്ലാം പാടിയിരുന്നു. മാതാവും ഔസപിതാവും ഇസ്രായേൽ ജനം മുഴുവനും, അതിനുശേഷം സഭയിൽ എല്ലാ അപ്പസ്തോലന്മാരും, എല്ലാ പിതാക്കന്മാരും, എല്ലാ മാർപ്പാപ്പമാരും, സഭ മുഴുവനും തന്നെ, ഇവിടെ യൂറോപ്പിലെല്ലാം ചില കൊവേന്തകളുണ്ട്, അവരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് രാവിലെ മുതൽ 24 മണിക്കൂറും സങ്കീർത്തനങ്ങൾ സങ്കീർത്തനങ്ങൾ ഇങ്ങനെ ഭജൻ പോലെ പാടിക്കൊണ്ടിരിക്കുക. അതാണ് യഥാർത്ഥ ആരാധന. അങ്ങനെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സങ്കീർത്തനങ്ങൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കാം. ഒരു ദിവസം മുഴുവനും സങ്കീർത്തനം 1 മുതൽ അങ്ങ് എടുത്തിട്ട് നിങ്ങൾക്കുള്ള ട്യൂണനുസരിച്ചൊക്കെ പാടിക്കൊണ്ടിരിക്കുക. പക്ഷെ എല്ലാത്തിലും ക്രിസ്തുവിനെ കാണുക. അങ്ങനെ പാടി നോക്ക് എന്താ ഉണ്ടാവേണ്ടുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ 90-ാമത്തെ ഖണ്ഡികയിലേക്ക് വരികയാണ്. ഇതിൽ 90-ാമത്തെ ഖണ്ഡിക, ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്, ഭയങ്കര വിശ്വാസ സത്യങ്ങളുടെ അന്യോന്യ ബന്ധങ്ങൾ. അത് അന്യോന്യ ബന്ധങ്ങൾ. അതിങ്ങനെ ഒരു ചെയിൻ മാതിരിയാണ്, കോർത്തിണക്കപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒരു വിശ്വാസ സത്യം മാത്രം പഠിച്ചിട്ട് അതിനെ മാത്രം പിടിച്ചു വയ്ക്കരുത്. വിശ്വാസ സത്യങ്ങളുടെ അന്യോന്യ ബന്ധങ്ങളും സമന്വയവും മിശിഹാ രഹസ്യത്തിൻ്റെ ആവിഷ്കരണം മുഴുവനിലും കാണാൻ കഴിയും. ഇപ്പം നമ്മളിത് ഈ ഇത്രയും വലിയ പുസ്തകത്തിൽ മുഴുവൻ പഠിക്കുന്നത് മിശിഹാ രഹസ്യങ്ങളാണ്. മിശിഹാ രഹസ്യങ്ങൾ. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണത് നമ്മുടെ മൈൻഡ് സെറ്റിംഗ് മാറണം. നമ്മുടെ മൈൻഡ് സെറ്റിംഗ് മുഴുവനും ക്രിസ്തു കേന്ദ്രീകൃതമാകണം. ക്രിസ്തു നമ്മളിൽ പൂർണ്ണമായി വസിക്കണം. ഓൾ അവർ ക്രിയേറ്റിവിറ്റി കം ഫ്രം ക്രിയേറ്റർ. ഇത് എൻ്റെ ഒരു ആപ്തവാക്യമാണ്. ഞാൻ പലരോടും, വളരെ വലിയ ആർട്ടിസ്റ്റുമാരോടും എല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഗായകരോട്, ഫിലിം ഡയറക്ടർമാരോട്, അവരുടെ ജീവിതം തന്നെ മാറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. ഓൾ ക്രിയേറ്റിവിറ്റി കം ഫ്രം ക്രിയേറ്റർ. അതിന് മലയാളത്തിൽ അതത്ര മാച്ചാവില്ല. ഇത് മലയാളത്തിലും മനസ്സിലാവുമല്ലോ, ഇങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചോ. ഓൾ ക്രിയേറ്റിവിറ്റി, നമ്മുടെ എല്ലാ സർഗാത്മകതയും, പാടാനുള്ള കഴിവും, വരയ്ക്കാനുള്ള കഴിവും, ഫിലിം ഉണ്ടാക്കാനുള്ള കഴിവും, ക്യാമറാമാൻ്റെ കഴിവും എല്ലാം വരുന്നത് ഫ്രം ദ ക്രിയേറ്റർ എന്നാണ്. എന്ന മാതിരി തന്നെ അപ്പോൾ അതിൻ്റെ അകത്തെല്ലാം ഉണ്ട്. അതിലേറ്റവും വലിയൊരു കാര്യമാണ് പ്രസംഗിക്കാനുള്ള കഴിവ്, എഴുതാനുള്ള കഴിവ്, ദൈവിക രഹസ്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. ഇതെല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ യാതൊരു കഴിവുമല്ല. ഇതങ്ങ് സമ്മതിച്ചാലേ നമ്മുടെ ഹൃദയത്തിനൊരു എളിമ പെട്ടുന്ന ഒരവസ്ഥയുണ്ടാകും. അപ്പോൾ അതാണ് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആവിഷ്കരണം, മിശിഹാ രഹസ്യങ്ങളുടെ ആവിഷ്കരണം. ഈ ആവിഷ്കരണം നമ്മുടെ കഴിവല്ല. ആവിഷ്കരണം ഓൾ ക്രിയേറ്റിവിറ്റി, അതൊരു ക്രിയേറ്റിവിറ്റിയാണ്. ആ ക്രിയേറ്റിവിറ്റി ക്രിയേറ്ററിൻ്റെ പരിപാടിയാണ്. ഇപ്പോൾ മൈക്കിളാഞ്ചലോ ഉണ്ടാക്കിയ ചിത്രങ്ങൾ എന്തോരു വലിയ രഹസ്യങ്ങളാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ക്രിയേറ്റിവിറ്റിയാണ്, ആവിഷ്കരണമാണ്. കേട്ടോ, ആവിഷ്കരണമാണത്.
നമുക്ക് ഓരോരുത്തരിലും അങ്ങനെ ദൈവാവിഷ്കരണ രഹസ്യങ്ങൾ നമ്മളിലുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളിലുണ്ട്. അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഞാനിത് പറയാൻ കാരണം ആവിഷ്കരണം. ഇത് ഇപ്പോൾ ഈ കൂട്ടത്തിൽ പറയാണ്, നമ്മളുടെ കുട്ടികളിൽ, നമ്മുടെ മക്കളിലെല്ലാം ഇങ്ങനെ ഒരു ആവിഷ്കരണ ശൈലിയുണ്ട്. അതിനെ ദൈവോന്മുഖമായി തിരിച്ചുവിടണം. ദൈവോന്മുഖമായിട്ട് ഇപ്പോൾ പിള്ളേരോട് പറയണം, നീ ഒരു പടം വരയ്ക്കി. എന്ത് പടം വരയ്ക്കണം? ആനേനെ വരയ്ക്കാം, ആടിനെ വരയ്ക്കാം, പൂവിനെ വരയ്ക്കാം, അങ്ങനെയൊക്കെ വരച്ച് തുടങ്ങിക്കോട്ടെ. എന്നാൽ അവരോട് പറയും, നീ ഒന്ന് ഈശോനെ വരച്ചേ, ഉണ്ണീശോനെ വരച്ചേ, ഈ ക്രിസ്മസ് ആയിട്ടൊരു ക്രിപ്സെറ്റ് വരച്ച് കണ്ടോ. ഇതൊക്കെ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ എല്ലാവരും ചെയ്യേണ്ട കോമ്പറ്റീഷൻ ഇതൊക്കെ ഉണ്ടാക്കണതിൻ്റെ അർത്ഥം ഇതാണ്. എനിവേ, അപ്പം ഇതെല്ലാം നമ്മുടെ നമ്മളുടെ കുട്ടികളിലെല്ലാം ഈ ആവിഷ്കരണ ശൈലിയിൽ ഉണ്ടാകേണ്ട ഒന്ന് ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഞാനത് പറയാൻ കാരണമായത് ഈ ഒറ്റ വാക്കിൻ്റെ പേരിലാണ്. ആവിഷ്കരണം. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വരമാണത്. പലതരത്തിലുണ്ട്. അപ്പോൾ വിശ്വാസ സത്യങ്ങളുടെ അന്യോന്യ ബന്ധങ്ങളും സമന്വയവും മിശിഹാ രഹസ്യത്തിൻ്റെ ആവിഷ്കരണം മുഴുവനിലും കാണാൻ കഴിയും. ഇതിപ്പോൾ ഞാനൊരു ആർട്ടിസ്റ്റിക് ഇത് കാണിച്ചു എന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ നമ്മൾ പലരും ചോദിക്കാറുണ്ട്, ബ്രദറെ മക്കളെ വിശ്വാസത്തിൽ വളർത്താൻ എന്ത് ചെയ്യണം? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് അതിൻ്റെ ഒരു വഴിയാണ്. കുട്ടികളെ കൊണ്ട് പടം വരപ്പിക്കുക, കവിത ഉണ്ടാക്കിയ, ലേഖനം എഴുതിക്കുക. എന്തിനെക്കുറിച്ച് എഴുതിക്കുക? ഈ ക്രിസ്തുവിനെക്കുറിച്ച്, ക്രിസ്തു രഹസ്യങ്ങളെക്കുറിച്ച്. എന്നാൽ ഇവിടെ പറയാൻ പോണത്, നമ്മൾ പഠിക്കുന്നത് ക്രിസ്തീയ സത്യങ്ങളെക്കുറിച്ചുള്ളതാണ്, വിശ്വാസ സത്യങ്ങളെക്കുറിച്ച്. അപ്പം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തോട് വിശ്വാസ സത്യങ്ങൾ വ്യത്യസ്ത തോതിൽ ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ, പ്രൈസ് ദ ലോർഡ്, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തോട്, അപ്പോൾ നമ്മളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിന് എന്ത് വേണം? വിശ്വാസ സത്യങ്ങൾ ചിലത് നമ്മൾ പഠിക്കണം, ചിലതെന്നല്ല എല്ലാം പഠിക്കണം. എന്നാൽ അതിൽ അടങ്ങിയിരിക്കുന്ന വ്യത്യസ്ത തോതിൽ ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ കത്തോലിക്ക പ്രബോധനത്തിൽ സത്യങ്ങളുടെ ഒരു ക്രമം അഥവാ ശ്രേണി തന്നെ സംജാതമായിരിക്കുന്നു എന്ന് ഓർക്കേണ്ടതാണ്. ഇനി അടുത്തുള്ള സൈഡിലുള്ള പാരഗ്രാഫുകളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി അന്ന് വായിച്ചോട്ടെ. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തോട് വിശ്വാസ സത്യങ്ങൾ വ്യത്യസ്ത തോതിൽ ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ കത്തോലിക്ക പ്രബോധനത്തിൽ സത്യങ്ങളുടെ ഒരു ക്രമം അഥവാ ശ്രേണി തന്നെ സംജാതമായിരിക്കുന്നു എന്ന് ഓർക്കേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. പള്ളിയിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് ഒരു പ്രസംഗം കിട്ടും. അതിൽ അന്നത്തെ ഗോസ്പൽ 10 മിനിറ്റിൽ കൂടുതൽ നമുക്ക് കേൾക്കാനായിട്ടോ അല്ലെങ്കിൽ പറയാൻ അനുവാദമോ അല്ലെങ്കിൽ അതിനകത്ത് സമയവും ഇല്ല. എവിടെ വെച്ചിത് പഠിക്കും നമ്മൾ? അതുകൊണ്ട് നമ്മൾ തന്നെ ഇതിനെ ബുദ്ധിമുട്ടണം. നമ്മളെ ആരും ഒരു സ്പൂൺ ഫീഡിംഗ് ആയിട്ട് കൊണ്ടുവന്ന് തരും എന്ന് വിചാരിക്കരുത്. ഇനി ധ്യാന കേന്ദ്രങ്ങളിൽ പോയാൽ ധ്യാനത്തിൻ്റെ സബ്ജക്റ്റിൽ അധികവും ഒരു പ്രാരംഭ ശൈലിയാണ്. അതാണ് ആളുകൾക്ക്. പിന്നെ എവിടെ നമ്മൾ പഠിക്കും? ഈവൻ ചാനലുകളിൽ തായാൽ തന്നെയും ആളുകൾക്ക് എന്താ ഇഷ്ടമുള്ളത് അതാണ് നമ്മൾ വിളമ്പുന്നത്. ദൈവം എന്താണ് ആളുകൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കണേ എന്നുള്ളത് അധികം ശ്രദ്ധിക്കുന്നില്ല. ഇത് കൊടുക്കുകയാണെങ്കിൽ ആളുകൾ കേൾക്കും. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ അകത്ത് വീണ്ടും വരികയാണ്. കാരണം ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം. നമ്മുടെ പിള്ളേർ യൂത്ത് ട്രിഗ്നോമെട്രി, ഓൾജിബ്ര ഇതൊക്കെ പഠിച്ചിട്ട് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ അവർക്ക് ട്യൂഷൻ കൊടുത്ത് അവർക്കത് പഠിക്കണം. ബിക്കോസ് അത് മനസ്സിലാകാണ്ട് അവരെങ്ങനെ പാസ്സാവണേ? എന്നാൽ ആത്മീയമായ എന്തെങ്കിലും കാര്യം, അയ്യോ ഇത്രയും കഠിനമായിട്ടുള്ളത് ഈ പിള്ളേരെയൊക്കെ പഠിപ്പിക്കണം, അതൊന്നും അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ പിന്നെ എന്താ പഠിപ്പിക്കേണ്ടത്? മനസ്സിലായ കാര്യം തന്നെ പഠിപ്പിക്കലാണോ? പഠിപ്പിക്കൽ
നമ്മൾ മാതാപിതാക്കളാണ് ഇതിന് ഉത്തരവാദികൾ. മാതാപിതാക്കൾ അച്ഛോ ഇത്രയും കഠിനമായ കാര്യമൊന്നും അവരെ പഠിപ്പിക്കും, അവർക്ക് അതൊന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന കാര്യം തന്നെ അവരെ പഠിപ്പിക്കണം അല്ലേ? എന്താ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തതാണ് പഠിപ്പിക്കേണ്ടത്. നമ്മൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ സ്പെഷ്യൽ ട്യൂഷനൊക്കെ കൊടുത്ത് എത്ര കാശും കൊടുത്ത് നമ്മളെ പഠിപ്പിക്കും. കാരണം ഒരു വർഷം പോയാൽ പോയി, എന്താ പെൻഷൻ പോകും ഒരു വർഷം പോയാൽ, മനസ്സിലായിട്ടുണ്ടോ? ഒരു വർഷത്തെ പെൻഷൻ നഷ്ടം. എന്നാൽ വിശ്വാസത്തിൻ്റെ പഠനത്തിൽ നമ്മൾ വളരെ പിന്നോക്കമാണ്. വിശ്വാസ രഹസ്യങ്ങളിലെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ തമാശ പറയണ കാര്യങ്ങളും വളരെ സരളമായിട്ടുള്ളത്, കേട്ടാൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ, കേട്ടാൽ മനസ്സിലാക്കാത്ത കാര്യമാണ് വിശ്വാസ സത്യം. അതാണ്. അതുകൊണ്ട് അതിനു വേണ്ടി നമ്മൾ കുറച്ച് പേരെങ്കിലും ശരിക്കും ഇറങ്ങിത്തിരിക്കണം. ഇതൊന്നും പഠിച്ചിട്ടേ കാര്യമുള്ളൂ. ശടോ കുത്തിയിരുന്ന് പഠിക്കണം. അത് അവിടെ പറഞ്ഞേക്കടി ഇങ്ങനെ, അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല, അപ്പോൾ അതിനിവിടെ അന്വേഷിക്കണം, ഇവിടെ അന്വേഷിക്കണം, ഇവിടെ അന്വേഷിക്കണം. അതിനെക്കുറിച്ചൊരു അന്വേഷണം വേണം, ഒരു റിസർച്ച് എന്നുള്ളതാണ് റിസർച്ച് ആറ്റിറ്റ്യൂഡ്. ഇത് ഞാൻ പറയണത് എന്നോട് വിഷമം വിചാരിക്കരുത്. നമ്മൾ അങ്ങനെ ഈ വിശ്വാസ രഹസ്യങ്ങളുടെ അടിസ്ഥാനത്തിലേക്ക് പോകുന്നത് പള്ളി പ്രസംഗത്തിലോ ധ്യാനപ്രസംഗത്തിലോ ഒന്നും കിട്ടില്ല. അതിനു വേണ്ടി നമ്മൾ ഇരുന്ന് പുസ്തകമെടുത്ത് വായിച്ച് പഠിക്കണം, 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 പഠിക്കണം. അല്ലാതെ നിവർത്തിയില്ല. എങ്ങൊന്നും ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും. ഞാൻ എങ്ങൊന്നും കേട്ടിട്ടില്ല ഇതെല്ലാം. ഞാൻ തന്നെ ഇരുന്ന് സമയമെടുത്ത് രാത്രിയും പകലും ഇരുന്ന് പഠിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാനൊരു സാധാരണ അൽമേനിയാണ്. എനിക്ക് പരിശുദ്ധാത്മാവ് ഇത് പഠിക്കണം, 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 നീ പഠിക്കണം, പഠിക്കണം, പഠിക്കണം എന്നുള്ള ഒരു ഓതലാണ്. എന്ന മാതിരി നിങ്ങളും അത് അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയുകയാണ്. ആരും നമ്മളെ പഠിപ്പിക്കാൻ ഉണ്ടായില്ലായിരിക്കാം, എന്നാൽ പരിശുദ്ധാത്മാവുണ്ട് നമ്മളെ പഠിപ്പിക്കാൻ. ഇതാ കേൾക്കൂ. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തോട് വിശ്വാസ സത്യങ്ങൾ വ്യത്യസ്ത തോതിൽ ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ കത്തോലിക്ക പ്രബോധനത്തിൽ സത്യങ്ങളുടെ ഒരു ക്രമം അഥവാ ശ്രേണി തന്നെ സംജാതമായിരിക്കുന്നു എന്ന് ഓർക്കേണ്ടതാണ്. ഇനി അടുത്ത 3 പാരഗ്രാഫുകൾ പറയുന്നത് ഇതെങ്ങനെ പഠിക്കണം എന്നാണ്. 114, 158, 234. 114 തൊട്ടടുത്ത പേജിൽ തന്നെ കാണാം. 114 ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സാധർമ്മ്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കണം. കേട്ടോ, ശ്രദ്ധ പതിപ്പിക്കണം. വിശ്വാസ സാധർമ്മ്യം കൊണ്ട് നാം അർത്ഥമാക്കുന്നത് വിശ്വാസ സത്യങ്ങൾക്ക് തമ്മിലും അവയ്ക്ക് ദൈവാവിഷ്കരണ പദ്ധതി മുഴുവനോടുമുള്ള സമന്വയമാണ്. അതാണ്. അപ്പം വിശ്വാസ സത്യങ്ങൾ തമ്മിൽ ഉദാഹരണത്തിന് ത്രിത്വത്തെക്കുറിച്ചുള്ള രഹസ്യം അത് പഠിക്കണം. അത് പഠിച്ചു കണ്ട് അതിന് മാത്രം നിൽക്കരുത്. പിന്നെ അടുത്തത് ക്രിസ്തുവിനെ കുറിച്ചുള്ള രഹസ്യം, പിന്നെ അടുത്തത് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള രഹസ്യം. അപ്പോൾ അങ്ങനെ ആ ത്രിത്വത്തിൽ തന്നെ വിവിധ രഹസ്യങ്ങളുണ്ട്. പിന്നെ അടുത്തെഴുതിയിരിക്കുന്നത് എന്താ? അവയ്ക്ക് ദൈവാവിഷ്കരണ പദ്ധതി മുഴുവനോടുമുള്ള സമന്വയം. കണ്ടോ? അപ്പോൾ ഈ പിതാവ്, ത്രിത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഉദാഹരണം പറയാണ്. ഇതിൻ്റെ ആ സമന്വയം എന്നുള്ളത് എവിടെ നിന്ന് ആരംഭിക്കണം? അതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? അതേതിലൂടെ കടന്നു പോകുന്നു? അത് ദൈവാവിഷ്കരണ പദ്ധതി. അതാണ് ദൈവാവിഷ്കരണത്തിൻ്റെ ആ ഒരു ഉത്ഭവം. അത് പോകുന്നു, അത് പടരുന്നു, അത് രക്ഷാകര പദ്ധതി അതിലുള്ള. അപ്പം ഇങ്ങനെ അതിന് ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിൽ നമ്മൾ പഠിക്കുമ്പോഴാണ് ഭയങ്കര ഒരു ആനന്ദം നമുക്ക് വരും. കണ്ടെത്തിയ ഒരാനന്ദം, എന്തോ കണ്ടെത്തിയ ഒരാനന്ദം.
കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ഒരു വില, എത്ര വില കൊടുത്താലും മതിയാകാത്തത്, കിട്ടാത്ത വലിയ ഒരു നിധി കണ്ടെത്തിയ ഒരാനന്ദം. അതാണ് കണ്ണു തുറക്കണു എന്നെല്ലാം പറഞ്ഞത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഇത് ഈ കാലം അത്രയും ഞാൻ കണ്ടെത്തിയിരുന്നില്ലല്ലോ. അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു ഇൻഎക്സോസ്റ്റബിൾ ട്രഷർ. 158, അത് നല്ല രസമാണ്. 150. അടുത്തത് അന്വേഷണത്തിൻ്റെ അർത്ഥമാണ്. എന്താണ് അന്വേഷിക്കുന്നത്? വിശ്വാസം. വിശ്വാസം എന്താ അന്വേഷിക്കുന്നത്? വിശ്വാസം യുക്തി അന്വേഷിക്കുന്നു. യുക്തി എന്നിവിടെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഇതാണ്: ഫെയ്ത്ത് സീക്സ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മളങ്ങ് വിശ്വാസത്തിലേക്ക് അങ്ങ് വരുമ്പോൾ പിന്നെ ഇത് കൂടുതൽ അറിയണം, കൂടുതൽ ഗ്രഹിക്കണം. അങ്ങനെ ഒരു സെർച്ചിങ്, അങ്ങനെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ചില അച്ഛന്മാർ അല്ലെങ്കിൽ റിസർച്ച് സ്കോളർഷിപ്പ് എടുക്കുന്നു, റിസർച്ച് 9 വർഷം 5 വർഷം റിസർച്ച്. അതിലങ്ങ് മുഴുകി അതിൻ്റെ രഹസ്യങ്ങളിലേക്ക് അങ്ങ് പോകുമ്പോൾ ഒരുപാട് പഠിക്കുന്നു, ഒരുപാട് വായിക്കുന്നു. അങ്ങനെ ഒരുപാട് വായിക്കണം, ഒരുപാട് പഠിക്കണം, ഗവേഷണം. അപ്പോൾ വിശ്വാസം യുക്തി അന്വേഷിക്കുന്നു. അഥവാ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ ദൈവത്തെ കൂടുതൽ അറിയുന്നതിനും അവിടുന്ന് വെളിപ്പെടുത്തിയ സത്യങ്ങൾ കണ്ടോ, അവിടുന്ന് വെളിപ്പെടുത്തിയ സത്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. ആഗ്രഹം എന്നുള്ളതാണ് കറക്റ്റ് അവിടെ. ആഗ്രഹം. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ ദൈവത്തെ കൂടുതൽ അറിയുന്നതിനും അവിടുന്ന് വെളിപ്പെടുത്തിയ സത്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. അത് നമ്മുടെ അകത്തുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം തന്നെയാണത്. പക്ഷെ അതിന് നമ്മൾ ചേർന്ന് കൊടുക്കണം, അതിനോട് സഹകരിക്കണം. വിശ്വാസ വിഷയങ്ങളിൽ കൂടുതൽ ആഴമായ അറിവ് ദൃഢതരമായ വിശ്വാസത്തിന് വഴിയൊരുക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അതാണ് ദൃഢതരമായ വിശ്വാസം. നമ്മളുടെ വിശ്വാസത്തിൻ്റെ ദൃഢതയ്ക്ക് വഴിയൊരുക്കുന്നു. ദൃഢതരമായ വിശ്വാസത്തിന് വഴിയൊരുക്കുന്നു. സ്നേഹാഗ്നിയിൽ ഉപരുപ്പരി ജ്വലിക്കുന്ന ഒരു വിശ്വാസമായി ഇത് ഭവിക്കുന്നു. അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹവും വിശ്വാസവും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. അതാണ് വിശ്വാസമാണ് സ്നേഹത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത്. ഫെയ്ത്ത് ഈസ് ദ സോൾ ഓഫ് ലവ്. അത് മറ്റൊരു വലിയ സിദ്ധാന്തമാണ്. ദൈവസ്നേഹത്തിനൊരു കരുത്തുണ്ടാകണമെങ്കിൽ, അത് ക്രിസ്തുവിൻ്റെ സ്നേഹവുമായിട്ട് ജ്വലിക്കണമെങ്കിൽ വിശ്വാസം ഉണ്ടാകണം. എന്താണ് ഫെയ്ത്ത് ഈസ് ദ സോൾ ഓഫ് ലവ്? വിശ്വാസം സ്നേഹത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് എളുപ്പം മനസ്സിലാക്കാൻ, നമ്മളുടെ ജീവൻ, നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട നമ്മൾ മരിച്ചു, അങ്ങനെ ചിന്തിച്ചു. അപ്പോൾ സ്നേഹത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ ആത്മാവ് വിശ്വാസമാണെന്ന് പറയുമ്പോൾ മനസ്സിലായിക്കോ, നമ്മൾ അതിശക്തമായി പ്രവർത്തിക്കുന്നു. ഈ ഓടണ അത്ലറ്റ്സിനൊക്കെ നോക്കിയോ, പടപടേന്ന് ഭയങ്കര ഓട്ടം. ഇതുണ്ടോ ഫുട്ബോളർ മാരഡോണയെ കുറിച്ചുള്ള എന്തോ ഒരു ഭയങ്കര കളിയാണ്. ഇതിൻ്റെ എല്ലാം ആന്തരികം എന്താ? അയാളുടെ ആത്മാവാണ്. ആത്മാവ് വിട്ടാൽ ഈ കളി ഓട്ടമൊക്കെ നിന്നു. അപ്പം ആത്മാവ് നമ്മളെ അതുപോലെ ഉത്തേജിപ്പിക്കാൻ ശക്തിയുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ ആത്മാവ് വിശ്വാസമാണ്. അപ്പോൾ വിശ്വാസം ഇല്ലെങ്കിലോ ആ സ്നേഹത്തിന് കത്തനില്ല, അതിങ്ങനെ പുകഞ്ഞു കിടക്കുള്ളൂ. അതാണ് സ്നേഹത്തിൻ്റെ ആത്മാവ് വിശ്വാസമാണ്. ഫെയ്ത്ത് ഈസ് ദ സോൾ ഓഫ് ലവ്. പോപ്പ് ഫ്രാൻസിസ്. With Jesus, love is the measure of faith. Faith is the soul of love. Pope Francis. അത് സെയിൻറ്റ് അഗസ്റ്റിൻ്റെ കൊട്ടേഷനാണ്. സെയിൻറ്റ് അഗസ്റ്റിനാണ് അതിൻ്റെ ഒറിജിനൽ ഓത്തർ. ഓക്കെ. അപ്പം സ്നേഹാഗ്നിയിൽ ഉപരുപ്പരി ജ്വലിക്കുന്ന
ഒരു വിശ്വാസമായി ഇത് ഭവിക്കുന്നു. വിശ്വാസത്തിൻ്റെ കൃപാവരം ഹൃദയനേത്രങ്ങളെ വെളിപാടിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള സജീവമായ ബോധ്യത്തിലേക്ക് തുറക്കുന്നു. അതാണ് ആ പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ എഫേസ്യസ് 1:17-18 പറഞ്ഞിരിക്കുന്നതാണ്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നേത്രങ്ങളെ, ഹൃദയനയനങ്ങളെ തുറക്കട്ടെ എന്ന്. വിശ്വാസത്തിൻ്റെ കൃപാവരം ഹൃദയനേത്രങ്ങളെ വെളിപാടിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള സജീവമായ ബോധ്യത്തിലേക്ക് തുറക്കുന്നു. വെളിപാടിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള സജീവമായ ബോധ്യങ്ങളിലേക്ക് തുറക്കുന്നു. അത് നമ്മുടെ ബുദ്ധിക്ക് അതീതമാണത്. അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവർത്തനമാണത്. അതായത് മുഴുവൻ ദൈവീക പദ്ധതിയെക്കുറിച്ചും വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ചും പ്രസ്തുത രഹസ്യങ്ങൾക്ക് പരസ്പരവും ആവിഷ്കൃത സത്യത്തിൻ്റെ കേന്ദ്രമായ മിശിഹായോടുള്ള ബന്ധത്തെക്കുറിച്ചുമുള്ള സജീവ ബോധ്യത്തിലേക്ക് ഹൃദയനേത്രങ്ങളെ തുറക്കുന്നു. അതായത് മുഴുവൻ ദൈവിക പദ്ധതിയെക്കുറിച്ചും വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ചും പ്രസ്തുത രഹസ്യങ്ങൾക്ക് പരസ്പരം, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ത്രിത്വത്തിൻ്റെ രഹസ്യം, എന്നാൽ അതിൻ്റെ അകത്ത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അത് തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ചും എന്നപോലെ പ്രസ്തുത രഹസ്യങ്ങൾക്ക് പരസ്പരവും ആവിഷ്കൃത സത്യത്തിൻ്റെ കേന്ദ്രമായ, അതാണ് മിശിഹായോടുള്ള ബന്ധത്തെക്കുറിച്ചുമുള്ള സജീവ ബോധ്യത്തിലേക്ക് ഹൃദയനേത്രങ്ങൾ തുറക്കുന്നു. ദൈവാവിഷ്കരണത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആഴം ഉപരിയുപ്പരി വർദ്ധിപ്പിക്കുന്നതിന് പരിശുദ്ധാത്മാവ് തൻ്റെ ദാനങ്ങൾ വർഷിച്ചുകൊണ്ട് വിശ്വാസത്തെ നിരന്തരം പൂർണ്ണമാക്കുന്നു. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു, പ്രസിദ്ധമായ അഗസ്തീനോസിൻ്റെ പ്രസിദ്ധമായ ഒരു ശൈലിയാണ്, ഒരു കൊട്ടേഷനാണ്, വിശ്വസിക്കാൻ വേണ്ടി ഗ്രഹിക്കുക, ഗ്രഹിക്കാൻ വേണ്ടി വിശ്വസിക്കുക. അതായത് ഐ ബിലീവ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ്, ഐ അണ്ടർസ്റ്റാൻഡ് ബെറ്റർ ടു ബിലീവ്. I believe in order to understand, but how can I understand unless I believe? How can I believe unless I understand? So I understand in order to believe. അതാണ് വിശ്വസിക്കാൻ വേണ്ടി ഞാൻ ഗ്രഹിക്കുന്നു. അതിങ്ങനെ ഒരു ലേബിറിന്തുമായില്ല, ഞാൻ വിശ്വസിക്കാൻ വേണ്ടി ഗ്രഹിക്കുന്നു ഉണ്ടോ, അങ്ങനെ ഇങ്ങനെ പോകുന്നത് വിശ്വസിക്കാൻ വേണ്ടി ഗ്രഹിക്കുന്നു. അപ്പോൾ എനിക്കിനി കൂടുതൽ വിശ്വസിക്കണമെങ്കിൽ കൂടുതൽ ഗ്രഹിക്കണം, അങ്ങനെ കൂടുതൽ ഗ്രഹിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ അതിലിങ്ങനെ പിടച്ച് കയറി പോകണം. വിശ്വാസം കയറണം, അപ്പോൾ ഗ്രഹണം കയറണം, ഗ്രഹണം കയറുമ്പോൾ വിശ്വാസം കയറും, അങ്ങനെ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമുക്കിതിൽ നിർത്താം. വിശ്വസിക്കാൻ വേണ്ടി ഗ്രഹിക്കുക, ഗ്രഹിക്കാൻ വേണ്ടി വിശ്വസിക്കുക. ഓ ലോർഡ്, ഐ ബിലീവ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ്, ഐ അണ്ടർസ്റ്റാൻഡ് ഇൻ ഓർഡർ ടു ബെറ്റർ ബിലീവ്. നമുക്കിവിടെ നിർത്താം. ഗോഡ് ബ്ലെസ് യു.